ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനില്ലേ കൂന്തൽ വെച്ചിട്ട് ഒരു അടിപൊളി ഒരുക്കലുണ്ടാക്കാൻ പോകുന്നവാ. അപ്പം ഞാനില്ലേ കൂന്തലിനെ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണെങ്കിലും കട്ടാക്കിയിട്ട് എടുക്കാവാ. അപ്പം ഞാനിങ്ങനെ കട്ടാക്കിയിട്ട് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ടാക്കാവാ. പിന്നെ കൂന്തലിൻ്റെ തലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ തല എടുത്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ല, ഒരാൾക്ക് ഇഷ്ടമുണ്ടാവും. അപ്പം എനിക്ക് ഇവിടെ ഇഷ്ടം അങ്ങനെ തലയെടുത്തിന്. ഞങ്ങളിവിടെ കാസർഗോട്ടാറ് കൂന്തൽ എന്നീനെ പറയുന്നത്. പിന്നെ എല്ലാ നാട്ടാറും എന്ത് പറയുന്നത് നമുക്കറിയാല. ഫസ്റ്റ് തന്നെ അല്ല ഇത് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇല്ല മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിലേക്കില്ല ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടായിട്ട് നന്നായിട്ടില്ല കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. ഇതിൽ വേറെ ഒരു മസാലപ്പൊടീൻ്റെയും ആവശ്യമില്ലാവാ. ഇനി ഇത്ര മാത്രമോ ആവശ്യം. അപ്പോൾ ഞാൻ ഇത് 3 കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് വെക്കുന്നുണ്ടാവാ. ഇത് ഫ്രിഡ്ജിൽ വെക്കണോ ഒരു അരമണിക്കൂറോളം. അരമണിക്കൂറിൻ്റെ സമയത്ത് നമുക്ക് വേറൊരു മസാല തയ്യാറാക്കാനുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കുഴച്ചിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് തീ ഒന്ന് ഓണാക്കിയിട്ട് ഒരു കടായി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇരുമ്പിൻ്റെ കടായാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തീ ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ കടായി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ എന്ന് വെച്ചാൽ ഏത് ഓയിലായാലും പ്രശ്നമില്ല. കോക്കനട്ട് ഓയിലിൽ ഉണ്ടാക്കുമ്പോഴാണ് ഈ റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് വരുന്നതാ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടാണ്. അപ്പോൾ അത് ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കയ്യിലേക്ക് ഞാൻ നമ്മളെ 2 സവാള ഇല്ലേ നീരുള്ളി, അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മസാലക്കൊന്നും എടുക്കുന്ന പോലെ അല്ലാത്ത മറ്റേ ചാല് കട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക വഴറ്റിയിട്ട് എടുക്കണോ. സവാള നന്നായിട്ടില്ല വഴന്നിട്ട് വരുന്ന നേരത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച മീനില്ല, അപ്പോൾ അത് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് പച്ച ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡ്രൈഡ് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് നന്നായിട്ടില്ല ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷില്ല, അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടില്ല. നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണോ. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ഉള്ളിയും പിന്നെ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഇതിലേക്ക് ആകെ ഒഴിച്ചു കൊടുത്തിരുന്നത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ്. കുറേ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടാണ്. നിങ്ങൾ കുറേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിനി, അത് ചെല്ലാൻ വിട്ടുപോയിന് അങ്ങനെ പറഞ്ഞത്. പിന്നെയെന്ന് വെച്ചാൽ ഇത് മൂടിയിട്ട് വെക്കണം. ഇങ്ങനെ അത് മൂടിയിട്ട് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് വെള്ളമാവും. അപ്പോൾ വെള്ളമായിട്ടാകുമ്പോൾ ഇത് തുറന്നിട്ട് ഇങ്ങനെ നല്ല പോലെ ഇങ്ങനെ മിക്സ് ആക്കണോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. അപ്പോൾ ഇത് പെട്ടെന്ന് കുക്കായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇല്ലേ ഇങ്ങനെ വെള്ളമായിട്ടാകുമ്പോൾ നമ്മൾ പിന്നെ മൂടി കൊടുക്കണ്ട. ഇത് തന്നെ തന്നെ ഇതൊക്കെ നന്നായിട്ട് വറ്റിയിട്ടില്ല, ഒരു കുഴമ്പ് രൂപത്തിലാണോ. അപ്പോൾ അങ്ങനെ ആയിട്ടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പലില്ലേ അത് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കണോ. പിന്നെ ഞാൻ തീ ഓഫാക്കിയിട്ട് കൊടുത്തിന്. അപ്പോൾ നമ്മളെ എന്താ പറയുന്ന കൂന്തലിൻ്റെ കറി ഇവിടെ റെഡി ആയി. കറിയല്ല എന്താ പറയുന്ന നല്ലൊരു ഗ്രേവി ആയിട്ടുള്ള എന്താ പറയുന്ന കൂന്തലിൻ്റെ ഞങ്ങളുടെ ഇലയിന് പറയുന്നത് ഒരുക്കൽ എന്ന്. അപ്പോൾ കൂന്തലിൻ്റെ ഒരുക്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇതിലെന്തോ ഒരു പങ്ങ് പത്തലിൻ്റെ ഒക്കെ എല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും ട്രൈ ആക്കാത്ത ആളുണ്ടെങ്കിൽ എങ്ങനെ ഇത് ട്രൈ ആക്കിയിട്ട് നോക്കുക. പത്തലിൻ്റെ ഒക്കെ കഴിക്കാൻ, ചപ്പാത്തീൻ്റെ ഒക്കെ കഴിക്കാൻ, പിന്നെ കഞ്ഞീൻ്റെ ഒക്കെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കഞ്ഞി പച്ചക്കറി ഇതെല്ലാം കൂട്ടിയിട്ടില്ല കഴിക്കുമ്പോൾ എന്തോ ഒരു പാങ്ങ്. അപ്പോൾ ആരെങ്കിലും ട്രൈ ആക്കാത്തുണ്ടെങ്കിൽ ട്രൈ ആക്കിറവ. സബ്സ്ക്രൈബ് ആക്കാത്ത ആളൊന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ല, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണില്ല അതൊന്ന് പ്രസ് ആക്കിറവ. എന്നിട്ട് ഓൾ എനേബിൾ ആക്കണോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.